ഞാനെൻ്റെ പര്യടനം ആരംഭിക്കുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ അവിടെ നിന്നുള്ള ആശീർവാദം വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനം ആരംഭിച്ചത്. വളരെ അടുത്ത ബന്ധം. ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനെ മുഴുവൻ നിയന്ത്രിക്കാൻ നേതൃത്വം നൽകിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഇപ്പോൾ ഈ പല വിഷയങ്ങൾ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഒന്നാമത് താങ്കൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ ജോയി ആയിരുന്നു താങ്കളല്ല, അങ്ങനെ പല ചർച്ചകൾ വന്നു. പിന്നെ പെട്ടി വിവാദം വന്നു, ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് വന്നു, പെൻഷൻ വന്നു, അങ്ങനെ പല വിഷയങ്ങൾ വന്നു. ഏറ്റവും അവസാനം LDF എതിരായതാണെങ്കിലും കൂടുതൽ UDF ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കാര്യമായി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥ വന്നിരുന്നോ? എനിക്ക് തിരഞ്ഞെടുപ്പിനകത്തൊരു ടെൻഷനുമില്ല, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ. ഒന്ന്, ഞാൻ ഈ വാർത്തകളൊന്നും കേൾക്കുന്നില്ല. വാസ്തവത്തിൽ ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഇത്തരം വാദങ്ങളും വിവാദങ്ങളും ഒന്നുമല്ല. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ജനങ്ങളെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നതിനപ്പുറത്ത് ഞാൻ പത്രം പോലും ഈ പറഞ്ഞ ദിവസങ്ങൾ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമയം കിട്ടാത്തത് കൊണ്ടാണ് അത് വിവാദങ്ങൾ അറിയണ്ടെന്ന് വിചാരിച്ചാണോ? സമയം കിട്ടാത്തതുകൊണ്ട്. പിന്നെ എൻ്റെ ഒരു നേച്ചർ, ഞാൻ ചെറുപ്പം മുതലേ ഈ വീട്ടിൽ വളരുന്ന ആളാണ്. എൻ്റെ ഫാദറിനെ കുറിച്ചും പല വിവാദങ്ങൾ ഉണ്ടാക്കാനും പല ഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ എന്ത് വിവാദങ്ങളുണ്ടെങ്കിലും അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അദ്ദേഹം എന്നെ കൃത്യമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. പിന്നെ ഈ വ്യക്തിപരമായ ആരോപണങ്ങളൊന്നും ഒരിക്കലും ഞാൻ മറുപടി പറയാറില്ല. മറുപടി പറയാൻ എൻ്റെ സംസ്കാരം, എൻ്റെ പൈതൃകമൊന്നും അതിനെ അനുവദിക്കാറില്ല. പിന്നെ ആളുകളെ അധിക്ഷേപിക്കുക, വ്യക്തിപരമായിട്ട് ആളുകളെ ആക്ഷേപിക്കുക, അതൊന്നുമല്ല രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഉയർത്തുന്നൊരു രാഷ്ട്രീയം, നമ്മൾ ഉയർത്തുന്നൊരു കാഴ്ചപ്പാട്, അത് ജനങ്ങളെ മുൻപാകെ വെക്കുക. അവർ ഉയർത്തുന്ന രാഷ്ട്രീയവും കാഴ്ചപ്പാടും അതിനെ പൊള്ളത്തരങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും. അത് ആ വ്യക്തിയുടെ പ്രശ്നമല്ല ഉള്ളത്, അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ആ വ്യക്തിക്കെതിരെയുള്ള സംഭവമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കാറുള്ളത്, കഴിഞ്ഞ കാലത്തും ചെയ്തിട്ടുള്ളത്. 2016 മുതൽ ഞാൻ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്ക്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്ക്. അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞ വ്യക്തിപരമായ കുറേ ആക്ഷേപങ്ങളുണ്ടാവും. പക്ഷേ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല, ഒരു സംശയമില്ല. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മറുപടി നിലമ്പൂരിലെ ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ആ മറുപടി എന്താണ് എന്നാൽ 23-ാം തീയതി അറിയാൻ പറ്റും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടുകൂടി ചോദിക്കണം, അപ്പോൾ താങ്കൾ കുറച്ചുകൂടി ഫ്രീ ആയി മറുപടി പറയാൻ കഴിയുന്നുണ്ടാവും. ഇപ്പോൾ ഈ മുസ്ലിം ലീഗുമായിട്ട് താങ്കൾ നേരത്തെ, താങ്കളും താങ്കളുടെ പിതാവൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. താങ്കൾ ഈ ശക്തമായി തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും ഒരേപോലെ ആയിരിക്കില്ല, മാറ്റങ്ങൾ ഒക്കെ വരും. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മാത്രമാണോ ഈ ലീഗുമായിട്ട് അങ്ങനെ ഒരു അടുത്ത സഹകരണം, അതോ അതൊക്കെ നേരത്തെ തന്നെ പരിഹരിച്ചിരുന്നോ ആ പ്രശ്നങ്ങളൊക്കെ? അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗുമായിട്ടുള്ളത് എന്നെക്കാൾ അപ്പുറത്ത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ കാലത്ത്. എനിക്കറിയില്ലേ, പാർട്ടിക്കകത്ത് 2 ടീമായിട്ടൊന്ന് പ്രകടനങ്ങൾ നടത്തിയ കാലമല്ലേ 90കളിൽ. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലേ? പാർട്ടിക്കകത്ത് തന്നെ വലിയ ഫൈറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഫാദറിൻ്റെയൊക്കെ കാലത്ത്. UDF ഉണ്ടായിരുന്നു. അതൊക്കെ വ്യത്യസ്തമായ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളാണ്. അതൊക്കെ പിന്നെ പറഞ്ഞ് തീർക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ 2 പരിപാടി, ഒന്ന് ഉള്ളൊരുക്കം എന്നും പറഞ്ഞൊരു പരിപാടി, ഒന്ന് വേറെന്തോ ഒരു പേരിട്ടിട്ടൊരു പരിപാടി. അവരുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ സജ്ജമാക്കാനുള്ള വളരെ നേരത്തെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത മുസ്ലിം ലീഗ്. മാത്രമല്ല, ഞാനെൻ്റെ പര്യടനം ആരംഭിക്കുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ അവിടെ നിന്നുള്ള ആശീർവാദം വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനം ആരംഭിച്ചത്. വളരെ അടുത്ത ബന്ധം. ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനെ മുഴുവൻ നിയന്ത്രിക്കാൻ നേതൃത്വം നൽകിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹം ഓരോ നൂക്കൻ കോർണറിലും ഇവിടെ ഒന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകരെ സജ്ജമാക്കാൻ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ ഒക്കെ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ മലപ്പുറത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവസാനം
ഇപ്പം നിങ്ങൾ പറഞ്ഞു ലീഗായിട്ട് പറഞ്ഞു, ലീഗിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുമെന്ന് മാത്രമല്ല, ഇപ്പോൾ കുഞ്ഞാക്കയില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞാപ്പ നേതൃത്വം നൽകിയാണ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വളരെ നന്നായിട്ട് നടന്നത്.